നമുക്കിന്ന് ചോറിലേക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വരട്ടി പുരട്ടിയത് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. നമ്മൾ പല രീതിയിൽ മുട്ട ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് റെഡിയാക്കിയിട്ട് കഴിച്ചു നോക്കുക. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നമ്മുടെ മുട്ട വരട്ടി പുരട്ടിയത് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും പ്രസ് ചെയ്യണേ. നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് റെഡിയാക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ എന്തായാലും അതിൽ തന്നെ റെഡിയാക്കട്ടോ, അത് ഏറ്റവും ടേസ്റ്റ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ഇതുപോലെ നടുവിൽ കീറിയിട്ട് അതും ചേർത്ത് കൊടുക്കാം. അതും ഒന്നിങ്ങനെ റെഡിയായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇത് ചിലപ്പോൾ നമുക്കിപ്പോൾ കാണുമ്പോൾ ഇത് കുറേ കൂടുതലുണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ ഇത് ഒന്ന് വാടി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് 2 ചേർത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ 3 മുട്ടയ്ക്കുള്ള അളവാണ് കേട്ടോ ഈ സാധനങ്ങളെല്ലാം കാണിക്കുന്നത്. നമ്മൾ എടുക്കുന്ന മുട്ടയുടെ ക്വാണ്ടിറ്റി കൂടുന്തോറും ഇതിൻ്റെയൊക്കെ ഒന്ന് അളവ് പതുക്കെ കൂട്ടി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. 1 മുതൽ 1.5 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ഈ സവാള ഒന്ന് ജസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള ഒന്നുകൂടെ നന്നായിട്ട് വാടിയിട്ട് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി ഒരുപാടൊന്നും വേണ്ട. ഇവിടെ ഞാനൊരു അര ഭാഗം തക്കാളിയെ എടുത്തിട്ടുള്ളൂ. നമ്മൾ 2 സവാള എടുത്തിട്ടുണ്ടെങ്കിലും തക്കാളി വളരെ കുറച്ച് മതി. അപ്പോൾ അര ഭാഗം തക്കാളിയാണ്. അതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതിനതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഈ തക്കാളി നല്ല പോലെ സോഫ്റ്റായി വരണം. എന്നിട്ട് നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ തക്കാളി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവട്ടെ തക്കാളി. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ബാക്കി പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചേർക്കേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അതിലും കുറവാണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ പെരുംജീരകം ഇടുന്നുണ്ട്. അപ്പോൾ പെരുംജീരകം ഞാനൊരു 1/4 ടീസ്പൂണൊക്കെ ഇടുന്നുള്ളൂ. അതുപോലെ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 3ഉം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ. അപ്പോൾ ഈ പെരുംജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർക്കുക കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെരുംജീരകം അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തത്. ഏതായാലും കുഴപ്പമില്ല, എന്നാലും പൊടിയായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇതിനെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെയൊക്കെ പച്ചമണം പോയ ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഇതിലുള്ള ഈ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. ഈ വെള്ളം തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഈ 3 മുട്ടേനെ ഞാൻ പൊട്ടിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് ആവശ്യമുണ്ട് ഉപ്പ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ വെള്ളമൊക്കെ കുറച്ചൊന്ന് തിളച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് വറ്റി ഒരു പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടേനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടേനെ കംപ്ലീറ്റ് നമ്മൾ ഒരുമിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല തരിയായിട്ട് കിട്ടണം നമ്മുടെ ഈ മുട്ട. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ അങ്ങനെ കിട്ടും, കാരണം അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റും കൂടി ഉള്ളതുകൊണ്ട് മുട്ട നല്ല തരിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ മുട്ടയ്ക്ക് ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ മുട്ടേനെ ഒന്ന് മൊരിച്ചെടുക്കാനാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടി വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്. അതിൽ ഒന്ന് ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാല ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതെന്തായാലും ചേർക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു മുട്ടേനെ ഒരു വ്യത്യസ്തമാക്കുന്നത്. അതേപോലെ ഇനി വേറൊരു സാധനം കൂടി ചേർക്കാനുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഗരം മസാല ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തു. ഇനി ചേർക്കേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനും. അത് എത്രയെന്ന് നമ്മുടെ എരിവിനനുസരിച്ച് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളക് എടുത്തിട്ട് പച്ചമുളക് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളെക്കൊണ്ട് എത്രത്തോളം കനം കുറച്ചരിയാൻ പറ്റുമോ അത്രയും കനം കുറച്ചരിയാം. കാരണം ഈ പച്ചമുളക് നമുക്കതിൽ നിന്ന് പെറുക്കിയെടുക്കാൻ കഴിയരുത്. നമ്മളിത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ പച്ചമുളക് കടിക്കുമ്പോഴാണ് ഈ മുട്ടയ്ക്ക് ശരിക്കും ടേസ്റ്റ് കിട്ടുക. ആ പച്ചമുളക് അതിൻ്റെ കൂടെ ഇങ്ങനെ കടിക്കുമ്പോൾ അതിൻ്റെ എരിവും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പച്ചമുളക് ഇതുപോലെ ചേർക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ഗരം മസാലയും ചേർക്കാൻ മറക്കരുത്. ഈ 2 സാധനമാണ് ഈ മുട്ടയുടെ ടേസ്റ്റിനെ ഒന്ന് വ്യത്യസ്തമാക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ചമുളക് കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഏറ്റവും അവസാനം ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഈ ചട്ടിയിൽ തന്നെ നിൽക്കട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ മാറ്റരുത് കേട്ടോ. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതേ ചട്ടിയിൽ തന്നെ ഇതൊന്ന് അടച്ചിട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു സ്മെല്ലൊക്കെ അതിൽ പിടിച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ മുട്ടേനെ നമ്മൾ നന്നായിട്ട് മൊരിച്ചെടുക്കാനും മറക്കരുത് കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് അടിച്ച് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട വരട്ടി പുരട്ടിയത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ് ചോറിലേക്ക് കഴിക്കാനും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.